ഹായ് ഗായ്സ്, ഞാൻ ദേ ഇവിടെ എറണാകുളം ഇൻഫോ പാർക്ക് കാക്കനാട് വന്നേക്കാണ് അമ്മയോടൊപ്പം. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തുള്ളൂ ചെന്നൈയിൽ നിന്ന്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് രാവിലെ മാരത്തോൺ ഉണ്ട്, 15 കിലോമീറ്ററിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ അമ്മയോടൊപ്പം രാവിലെ തന്നെ വന്ന് അമ്മയും മാമനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അതായത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ രാവിലെ തന്നെ സൂംബ ഉണ്ടായിരുന്നു, അവരെ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഓടിയില്ല, കാരണം ഞാൻ വന്ന് ടയേർഡൊക്കെ ആയിട്ട്. പിന്നെ ഇതെന്തോ ഒരു കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇവരുടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതേ സൂംബ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോർഡിനേറ്റർ, പിന്നെ അതേപോലെ തന്നെ അപ്പം രാവിലെ ഒരു പുലർച്ചെ ഒരു ടൈം ലേറ്റ് വേണം പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 5:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ 6 മണിയായി. അപ്പോൾ അങ്ങനെ ഇവർ സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ ടാറ്റയും പറഞ്ഞിട്ട് അമ്മയും മാമനും പോകുന്നു. മാമൻ പിന്നെ പാട്ട് ചെയ്ത് വെക്കുന്ന തപ്പിക്കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവർ പോണത് നോക്കി ഇങ്ങനെ നിന്നു. കാരണം ഇവരുണ്ടായിരുന്ന സമയവും ഇവർ പോകുന്ന സമയം വരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ പോസ്റ്റ് അടിച്ചിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ഫസ്റ്റ് തന്നെ 7:02 ആയപ്പോൾ ഫസ്റ്റ് ഓടിയെത്തി മാരത്തോണ്. ചേട്ടൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ ചേട്ടനാണ് ഫസ്റ്റ് എത്തിയത്. ആൾ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ആൾ വന്നത്. ഇത്രയും പെട്ടെന്ന് ഈ ചേട്ടൻ വന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മയും മാമനൊക്കെ വേഗം വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആൾക്കാർ 1 ആയി 2 ആയി 3 ആയി 4 ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പോയി അവിടെ നിന്ന് പോയി പിന്നെ ചുറ്റിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഈ ചേട്ടൻ ഫുള്ള് ആവേശത്തിലാണ്. പിന്നെ ഫസ്റ്റ് വുമണാണ് കേട്ടോ ഓടിയെത്തുന്നത്. ഇവർ രണ്ട് കാറ്റഗറി ഉണ്ട്, ബോയ്സും മെന്നും വുമണും. പക്ഷേ അതിൽ ബോയ്സ് എന്നൊക്കെ പറയണേ, മെന്ന് കുറേ, അതിലും വേറെ കാറ്റഗറീസ് ഉണ്ട്, വുമൺസിൽ വേറെ. അപ്പോൾ 7:16 ആയപ്പോൾ വുമൺ കാറ്റഗറിയിലത്തെ ഫസ്റ്റ് ആളെത്തി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ 8 മണിക്ക് എന്നെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ 8:04 ആളെ കാണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പതുക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ആൾക്ക് സംഭവം വയ്യാതെ, ഓൾറെഡി അമ്മയ്ക്ക് കാലിന് ബാക്ക് ആങ്കിളിന് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും റെസ്റ്റ് എടുക്കാനൊന്നും വയ്യ, അപ്പോഴേക്കും ആൾക്ക് ഓടണം. എന്നിട്ട് ഓടി കിതച്ച് ഇങ്ങനെ പതുക്കെ അല്ല, ഇവിടെ എത്താറായപ്പോൾ കുറച്ചും കൂടി സ്പീഡൊക്കെ എടുത്ത് ഓടുന്നുണ്ട്. അങ്ങനെ 8:07 ആയി അവിടെ, കാരണം അവിടെ അങ്ങനെ ചുറ്റി ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് 8:07 ആയപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓടി ക്യാമറമാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന വരെയായിട്ടും. ടോക്കണൊക്കെ കൊടുത്തു, ടോക്കൺ കിട്ടിയാലാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ മാമൻ വരാൻ വേണ്ടി പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്ത്. മാമനും പതുക്കെ പാട്ടൊക്കെ കേട്ട് ഓടി വരുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ നോക്കിയപ്പോൾ നടന്നു വരുമായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ പിന്നെ ഞാൻ മാമ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടാൻ തുടങ്ങി. അപ്പം ഫ്രണ്ടിൽ തന്നെ മറ്റേ ചേച്ചിമാർ നിൽക്കുന്നുണ്ട്, അവരെ നമ്മൾ എത്തുന്നവരെയൊക്കെ നോക്കാൻ, അങ്ങനെ വെൽക്കം ചെയ്യാനുമൊക്കെ. അങ്ങനെ ലാസ്റ്റ് മാമൻ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. മാമൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ക്യാമറമാൻ എൻ്റെ മുന്നിൽ കയറി നിന്നു. പിന്നെ ഞാൻ എവിടെ നിന്നൊക്കെയോ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് മാമൻ്റെ വീഡിയോ സത്യം പറഞ്ഞ് എടുത്തത്. എനിക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട്. PB ചാലഞ്ചേഴ്സ് എന്നാണ് കേട്ടോ നമ്മളെ ഇവർ കണ്ടക്ട് ചെയ്യുന്നവരുടെ ഇതിൻ്റെ പേര്. അമ്മ അങ്ങനെ എത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അവിടെ പിന്നെ വേറെ ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കാറിൽ. പിന്നെ ഞങ്ങൾ റൂമിലെത്തി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബൈ ഗൈസ്.